ഈ ഹാൻസും പാൻപരാഗും തുപ്പരുത് തുടങ്ങിയ കുറിപ്പുകൾ എന്തിന്റെ കൂടി പ്രതിഷേധത്തിലാണ് ആർഷോ? അല്ല, ഈ പറഞ്ഞ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് ഞാനും നിങ്ങളും ഒക്കെ ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമല്ലേ? അതിൽ സമൂഹത്തോടുള്ള നിങ്ങളുടെ സന്ദേശമാണല്ലേ? അല്ലെ, അതിൽ തർക്കണ്ടോ? ഇല്ല, ഒരു തർക്കമില്ല. അങ്ങനെ വേണമല്ലോ. വിദ്യാർത്ഥി സംഘടനകളൊക്കെ അത്തരം ഇല്ല, ഒരു എതിരഭിപ്രായമില്ല. ലഹരി വസ്തുക്കൾക്കെതിരെ അതിശക്തമായ നിലപാടുകളുമായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ മുന്നോട്ട് പോകണം. അതെ അതെ, നിർബന്ധമായി ക്യാമ്പസുകൾ ലഹരി മുക്ത ഇടങ്ങളാവണം. ക്യാമ്പസിന്റെ അകത്ത് ഒരു തരത്തിലുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. അത് കാലങ്ങളായിട്ട് SFI ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ്. ശരിയാണ്. അപ്പൊ ഈ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിങ്ങളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മുദ്രാവാക്യം കൂടി പ്രയോഗിച്ചു, അത്രേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. വളരെ വളരെ തുറന്നൊരു സമീപനമാണല്ലോ. അപ്പൊ ഇനിയുള്ള എല്ലാ പ്രതിഷേധ പരിപാടികളിലും ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു വിഷയങ്ങൾ കൂടി നിങ്ങൾ ഇതിന്റെ ഭാഗമാക്കുമോ? ഞങ്ങളുടെ പ്രതിഷേധങ്ങളിലും ഞങ്ങളുടെ സമരങ്ങളിലും ഞങ്ങളുടെ ഇടപെടലുകളിലും ഒക്കെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്, ഉന്നയിക്കാറുണ്ട്. ഈ ഘട്ടത്തിലും അത് ഉന്നയിക്കുന്നു. ഈ ഘട്ടത്തിൽ ആ ഒരു മുദ്രാവാക്യത്തെ മാത്രം ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങളെ തെറ്റു പറയാൻ കഴിയില്ല. അല്ല, ആരെങ്കിലും പ്രകോപിച്ചോ എന്നറിയില്ല. നമ്മളിൽ നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു സാമൂഹ്യ വിഷയം കൂടി നിങ്ങൾ അതിന്റെ ഒരു പ്രാധാന്യത്തോടെ നിലത്ത് എഴുതിയതുകൊണ്ട് ചോദിച്ചതാണ്. നല്ലതല്ലേ? ഞങ്ങൾ അഭിനന്ദിക്കല്ലേ വേണ്ടത്? അത് തീർച്ചയായും അഭിനന്ദിക്കുന്നു. നല്ല കാര്യമാണ് SFI ചെയ്തത്. ക്യാമ്പസുകൾ ലഹരി മുക്തമാകട്ടെ. അത് പാൻപരാഗോ മറ്റോ അല്ല, MDMA അടക്കമുള്ള എന്ത് ലഹരി വസ്തുക്കളും ക്യാമ്പസുകളിൽ നിന്ന് അകന്നു നിൽക്കട്ടെ, അല്ലേ? അതെ അതെ, നമുക്ക് ഒരുമിച്ച് ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. തീർച്ചയായും. അല്ല, ഞങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ കുറെ കാലങ്ങളായി ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. പക്ഷേ ഇവിടെ ഇതുവരെ കൃത്യമായി യുവജന സംഘങ്ങളിലൊക്കെ എത്രത്തോളം ഈ ലഹരിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണക്കെടുത്താൽ വളരെ കുറവാണ്. നമ്മുടെ പല ജില്ലകളിലും സ്കൂൾ കുട്ടികൾ പോലും ഡ്രഗ് അഡിക്റ്റ് ആയി കഥകൾ ഇവിടെ IMA അടക്കമുള്ള വലിയ സംഘടനകളുടെയൊക്കെ റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ആർഷോ, അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ അതുകൂടി ചെയ്യണമെന്നാണ്. നിങ്ങൾ ഇത്രയേറെ പ്രതിഷേധവും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ലഹരിക്കെതിരെ കൂടിയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. തുടരാം. നല്ല കാര്യം. ശരി ആർഷോ. അപ്പൊ ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ ഇനിയും തുടരണമല്ലേ? കാണാം ആർഷോ.